ഇത് വൃശ്ചികോത്സവത്തിന് പോയതിൻ്റെ വേറൊരു ഡേ ആണ്. ഇത്തവണ സത്യത്തിൽ ഞാൻ കുറേ ടൈംസ് പോയിട്ടുണ്ടായിരുന്നു. 2-3 തവണ കസിൻസിൻ്റെ കൂടെ, വീട്ടുകാരുടെ കൂടെ, പിന്നെ അനിയൻ്റെ കൂടെ, ഫ്രണ്ടിൻ്റെ കൂടെ, അങ്ങനെ കുറേ ടൈംസ്. ഇന്ന് ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നതിൻ്റെ ഡേ ആണ്. പിന്നെ എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമാണല്ലോ ഓച്ചിറ. നമ്മൾ പോയവർക്കറിയാമല്ലോ. പിന്നെ അവിടെ കുറേ കടകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇതുപോലൊക്കെയുള്ള വള, മാല, കമ്മൽ, ഇതൊക്കെ പിന്നെ നമ്മളുടെ ഒരു ക്രേസ് ആണല്ലോ. ചിലപ്പോൾ വാങ്ങും, ചിലപ്പോൾ വാങ്ങത്തില്ല. വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും കാണുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ ലെവലാണ്. പിന്നെ ഇവിടെ കുറേ ഗെയിംസിൻ്റെയൊക്കെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബോൾ എറിഞ്ഞ് വീഴ്ത്തലൊക്കെ എല്ലാം ഒന്ന് പോയി കണ്ട് ഞാൻ അവളെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കും. ഇവൾ ക്യാമറയിൽ കുറച്ച് ഇൻട്രോവേർട്ട് ആണെങ്കിലും അല്ലാത്ത സമയത്ത് ഭയങ്കര പക്ക എക്സ്ട്രോവേർട്ടാണ്. അങ്ങനെ നമ്മൾ കറങ്ങാൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുടിലിൽ ഇങ്ങനെ ഫുഡൊക്കെ കിട്ടും. അങ്ങനെ ഞാനും അവളും കൂടെ പോയി ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഞാൻ നേരത്തെ പോയപ്പോഴും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറേ ഷോപ്പിലൊക്കെ കയറി കുട്ടികൾക്കൊക്കെ സാധനമൊക്കെ മേടിച്ചു. ഇവിടെയൊക്കെ ഒന്നും മേടിച്ചില്ല, നമ്മളെല്ലാം കണ്ടു. ഇവൾ പിന്നെ ഒരു കുടുംബിനിയും കൂടെ ആയതുകൊണ്ട് ഗ്ലാസ് സംഭവങ്ങൾ എനിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളും അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവൾ നക്ഷത്രവനം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇവൾ ആദ്യമായിട്ടാണ് നമ്മുടെ പേരിലുള്ള മരമൊക്കെ കണ്ടുപിടിച്ചു. ഫോട്ടോയൊക്കെ എടുത്തു. കുറേ നേരം അവിടെ റെസ്റ്റ് ചെയ്തു. 2-3 റീൽസൊക്കെ എടുത്തു. ഫോട്ടോ എടുത്തു. മാൻഡേറ്ററി ആണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കറങ്ങാനിറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഞാൻ ഇന്നലെ പോയടുത്താണ് അവളെ കൊണ്ടുപോയത്. അവളും പറഞ്ഞ നല്ല ഐസ്ക്രീമൊക്കെ ആയിരുന്നു. കാരണം 8 ഫ്ലേവേഴ്സ് ഉണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിങ്ങിനാണ് പോയത്. അവളുടെ മക്കൾക്കും പിന്നെ നമ്മുടെ ഇവിടെയുള്ള കുറേ കൊച്ചു കുട്ടികൾക്കൊക്കെ ആയിട്ട് അല്ലറ ചില്ലറ കുഞ്ഞു സംഭവങ്ങൾ. പക്ഷേ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ഇവിടുന്നൊക്കെ വാരി വലിച്ച് ഏതാണ്ടൊക്കെയോ എടുത്ത് പിന്നെ നമ്മൾ ടെഡി സെക്ഷനിലാണ് പോയത്. മേടിച്ചില്ല, 2-3 തവണയൊക്കെ മേടിച്ചുകൊണ്ട് കാണും, ഫോട്ടോ എടുക്കും. അതൊരു കാരണം ഇതിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എല്ലാം കൂടെ മേടിച്ച് വെച്ചിട്ടും കാര്യമില്ലല്ലോ. പിന്നെ അങ്ങോട്ട് പോയപ്പോഴും കുറേ കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതിലൊക്കെ കയറണമെന്നൊക്കെ കൺഫ്യൂഷനായി. പിന്നെ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വിത്തിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. പിന്നെ അവിടെ ചെന്നിട്ട് ആ അമ്മച്ചിമാരുമായിട്ട് ഓരോ കോമഡിയൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ വിത്തവളെടുത്തു. പിന്നെ എൻ്റെ സെക്ഷനിലോട്ട് വന്നു, മറ്റേ നെയിൽ പോളിഷിൻ്റെയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് ഈ കപ്പ് സെറ്റിൻ്റെയൊക്കെ അടുക്കലോട്ടാണ്. എല്ലാ വർഷവും വരുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു കപ്പ് വാങ്ങാതിരിക്കത്തില്ല. എനിക്ക് കപ്പ് എന്നൊക്കെ വെച്ചാൽ ഭയങ്കര ക്രേസാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും വാങ്ങിയില്ല, എല്ലാം കണ്ടുവച്ചു. രാത്രി വരുമ്പോൾ വാങ്ങാമെന്ന് വെച്ചു. പിന്നെ അത് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പപ്പീസിൻ്റെ ആ ഇത് കണ്ടു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ബജ്ജിയൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾ കുറേ റബ്ബറും പെൻസിലും ഒക്കെ വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് പല വെറൈറ്റിയിലെ പെന്നും പെൻസിലൊക്കെ ഇരിക്കുന്നത്. അത് വെച്ചിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ അലമ്പായിരുന്നു. അല്ലെങ്കിൽ സെയിം വൈബായിട്ടുള്ള ഫ്രണ്ടിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വൈബ്. അടുത്ത ഉത്സവത്തിന് കാണാൻ.